വിശക്കാനും ദാഹിക്കാനും ഒരാൾ തയ്യാറായാൽ പിന്നെ ജനങ്ങളെ വല്ലാതെ ആശ്രയിക്കേണ്ടി വരില്ല. അന്യാശ്രയം ഉണ്ടാകാനുള്ള കാരണം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? തികയാത്തതുകൊണ്ടാണ്. തികയാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? കൊതിയാണ്. കൊതി തന്നെ, പ്രധാനമായും കൊതിയാണ്. ചിന്തിക്കും. മനുഷ്യൻ ഒരു നേരത്തെ മാത്രമേ വിശക്കുള്ളൂ, മറ്റൊക്കെ പൂതിയ. ഒറ്റ നേരം മനുഷ്യന് വിശക്കുള്ളൂ, ഒരു ദിവസം ഒരു നേരം വിശക്കുള്ളൂ. അതപ്പം തടുക്കാൻ കഴിഞ്ഞാൽ 24 മണിക്കൂർ വിശപ്പ് ഉണ്ടാവില്ല. തിരിഞ്ഞിട്ടില്ല, നിങ്ങളെൻ്റെ കൂടെ വരണം. വിശപ്പൊരു സമയത്ത് വരും. ആ വിശപ്പിനെ ഹിമ്മത്തുകൊണ്ട് തടുക്കാൻ കഴിഞ്ഞാൽ, ഉറച്ചു കഴിഞ്ഞാൽ എന്ത് പോവും? വിശപ്പ് പോവും. പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്നല്ലോ, വിശപ്പനെ കഴിഞ്ഞു, ഇനിയിപ്പോൾ തീട്ടിയിലും വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായില്ല? ഇത് വല്യമ്മമാരും ഉമ്മമാരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. വിശന്നത് പിന്നെ എന്ത് പോകും? വിശപ്പ് ഒരു ദിവസം ഒരു നേരം വിശക്കുക, ബാക്കിയൊക്കെ പൂതി കൊതി മാത്രം. താഴത്തിന് കുറച്ച് കാരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, കുറച്ച് പച്ചവെള്ളം, ആ ദിവസം ഭയങ്കര സന്തോഷം ഉണ്ടാവും. ചോറ് കഴിക്കുക ചെയ്ത് ചോറ് ശേഷിയുണ്ടാവും. കാരക്ക, അതിന് വേണ്ട എല്ലാതും ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിക്ക് കൊടുത്ത ഭക്ഷണമാണ് ഇത്. കാരക്ക കഴിക്കുക. അത്താഴത്തിന് കാരക്ക 1 കിലോ കാരക്ക എന്ന് തിന്നരുത്, അതിനൊരു പരിധി വെക്കണം. ഒരു 3 കാരക്ക, 7 വന്നാൽ 7 കാരക്ക. ആ 7 കാരക്ക തോല് പൊളിച്ച് വൃത്തിയാക്കി, തോലൊക്കെ പൊളിക്കുക. പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരിയൊക്കെ എടുത്ത് വെക്കുക. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിക്കുക. അങ്ങനെ കഴിക്കുക. 7 കാരക്ക, പിന്നെ കുറച്ച് വെള്ളം കുടിക്കുക, മതി. ഒന്ന് കഴിക്കണമെന്ന് പറയാൻ വെള്ളത്തിലിട്ടേക്കണ നല്ലതാണ്. ഇപ്പോഴത്തെ കാരക്കയിൽ ഷുഗർ കൂട്ടുന്നുണ്ട് എന്നൊരു പറയുന്നുണ്ട്. അപ്പം മധുരം ഉണ്ടാകാൻ വേണ്ടി, അപ്പം മധുരം കൂടിയാലല്ലേ മാർക്കറ്റിൽ ഓൽക്ക് കൂടുതൽ ആ തന്നെ എടുക്കും. പിന്നെ സുക്കരി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മധുരം കൂട്ടും, ഷുഗർ പുറത്തുനിന്ന് ആർട്ടിഫിഷ്യലി ഷുഗർ കൂട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. നല്ലൊരു കാര്യം എന്താണെങ്കിൽ, നല്ല കാര്യം നമ്മൾ കഴിക്കാനുള്ള അളവിലുള്ള കാരക്ക എടുത്തിട്ട് വെള്ളത്തിലിട്ടേക്കുക. പൊളിച്ച് ക്ലിയറാക്കി പൊളിച്ച് അത് എന്ത് ചെയ്യുക, കുരുവൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് അത് പൊളിച്ച് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ടേക്കുക. ഒരു 4-5 മണിക്കൂർ 6 മണിക്കൂർ വെള്ളത്തിൽ കിടക്കട്ടെ. എന്നിട്ട് പിന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കഴുകുക. ആ വെള്ളം കളയുക, ഒന്നുകൂടി കഴുകുക. ഭയങ്കര സുഖമുണ്ടാവും. നല്ല ഭക്ഷണം. അല്ലെങ്കിൽ നല്ല സാധനമാണ് എന്ത്, കുറച്ച് ഉണക്കമുന്തിരി, ഉണക്കമുന്തിരി നല്ലോണം കഴുകുക, എന്നിട്ട് വെള്ളത്തിലിട്ടുക. അത് മൂടുന്ന വെള്ളത്തിലിട്ടുക. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ആ മുന്തിരി ശരിക്ക് വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്യുക. അപ്പോൾ അത് ചീർത്ത് പോകും. അത് ഒരു നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത അളവിലേക്ക് പോകും, ചീർത്ത് പോകും. അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ നിരടിയിട്ട് എന്ത് ചെയ്യുക, കഴുകിയതിന് ശേഷം ആ വെള്ളം കളയുക, പുതിയ വെള്ളത്തിൽ ഒന്നുകൂടി കഴുകുക. കഴുകിയതിന് ശേഷം കഴിച്ച് നോക്കി, നല്ല വൃത്തിയായിട്ട് നല്ല ഭക്ഷണമാണ്. സബീബ് ഉണക്കമുന്തിരി, അത്താഴത്തിന് നല്ല സാധനം ഉണക്കമുന്തിരി. പിന്നെ ഒരു 9, 8, 8:30, 9 മണിയാണ് വയറുകാലിയാവും. ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ മനുഷ്യൻ നല്ല കാര്യം. അത് ഞാൻ പറഞ്ഞ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പൊക്കണ അളവ് അത് മതി. പിന്നെ കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. നല്ല റാഹത്താണ്. ഒരു കവിളിറക്ക് വെള്ളം കൊണ്ടെങ്കിലും എന്നല്ലേ ഹബീബ നബി പറഞ്ഞേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ കൂടുന്നതനുസരിച്ച് കേടുണ്ടാവും. അപ്പോൾ എന്താ ഇപ്പം പറഞ്ഞതിലൊക്കെ താല്പര്യം നിങ്ങൾ ചിന്തിക്കുക. അവന്റെ നടപ്പ് സ്ഥാനങ്ങളെ നിങ്ങൾ അവന്റെ അവന്റെ നടപ്പ് സ്ഥാനങ്ങളെ നിങ്ങൾ തടസ്സപ്പെടുത്തണം. ബിൽ ജൂഇ വൽ അത്ശി, വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇന്നൽ അക്ല, നിങ്ങൾ കേട്ടോളി, ഹബീബ റസൂലുള്ളാഹി പറയാ, ഇന്നൽ അക്ല അല ശിബഇ, വയറ് നിറഞ്ഞതിൻ്റെ മേലെ തിന്നൽ യൂരിസുൽ ബറസ, വെള്ളപ്പാണ്ടുണ്ടാക്കും. യൂരിസുൽ ബറസ, അത് വെള്ളപ്പാണ്ടുണ്ടാക്കും. മനസ്സിലായില്ല? തിന്നിൻ്റെ മേലെ തിന്ന ഇമാം ഗസാലി തങ്ങൾ പറയാണ്, ഇന്നലെ അഖില തീറ്റ അലശബ, വയറ് നിറഞ്ഞതിന് മേലെ തീറ്റ യൂരിസുൽ ബറസ, വെള്ളപ്പാണ്ടുണ്ടാക്കും.
ചിലക്ക് വെളിവാകാം, ചിലക്ക് വെളിവാകാതിരിക്കാം. ഉള്ളിൽ കേടുവരും. വെള്ളപ്പാണ്ട് പറഞ്ഞാൽ അവസാനം തൊലിമ വെളിവാണ്. ഈ രോഗത്തിൻ്റെ അസ്ൽ അവിടെ ഉണ്ടാവും. ചിലർക്ക് തൊലിമ വെളിവാവും, ചിലർക്ക് തൊലിമ വെളിവാവൂല. അസിൽ രോഗം ഉണ്ടാവും. അതായത് നിൻ്റെ അലൈൻമെൻറ്റ് തെറ്റും. എന്താ അതിനർത്ഥം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇപ്പോൾ ഈ ആക്സിഡൻറ്റിൽ മരിച്ച ഒരാളെ ഓപ്പറേഷൻ എന്താ പറയുക, ആ ആക്സിഡൻറ്റിൽ മരിച്ച ഒരാളെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് ക്യാൻസർ ഉണ്ടായിരുന്നു. ഇത് അയാളും അറിഞ്ഞിട്ടില്ല. ഇയാൾ തടിൻ്റെ ഉള്ളിൽ എന്തുണ്ട് മനസ്സിലായില്ലേ? അപ്പം മരിക്കണവരെ വെള്ളപ്പാണ്ട് പൊളിവായിട്ടുണ്ടാവില്ല, പക്ഷെ ഉള്ളിലാ രോഗം ഉണ്ടാവും. ഒരു തളർച്ച. ഇപ്പം ചില തളർച്ച, ആ തളർച്ച കാരണം ഒന്നുമില്ല, പലതും നടക്കൂല, പല കാര്യം നടക്കൂല. ഈ റംസാൻ ആയതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. അങ്ങനത്തെ എത്ര റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളതെന്ന്. പലതും കുടുംബ ബന്ധം നശിപ്പിച്ച് കളയുന്ന റിപ്പോർട്ടുകൾ ഒറ്റക്കൊന്ന് പറയും ചില ആളുകൾ. ചിലപ്പോൾ ഭർത്താക്കന്മാർ വന്ന് പറയും, ചില ഭാര്യ ഭർത്താവ് വന്ന് പറയും. നമ്മളൊരു കുടുംബമായി, നമ്മളിപ്പോൾ ദാറുൽ ഖുർആൻ നമ്മളൊരു കുടുംബമാണ്. അപ്പം എന്തെന്നോട് വന്ന് പറയാം എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അനർത്ഥം ഇന്ന് വരെ ഒരാൾക്ക് പറ്റിയിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാൽ അള്ളാഹു എളുപ്പത്തരം പറയില്ല. അള്ളാഹു തആല ആർക്കും റബ്ബിൻ്റെ സഹായത്താൽ ഒരനർത്ഥം വന്നിട്ടില്ല. റബ്ബിൻ്റെ സഹായത്താൽ അള്ളാഹു നമ്മളെ അനർത്ഥത്തിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ രഹസ്യം പറയും, പെണ്ണുങ്ങൾ വന്ന് പറയും, ഭർത്താവ് പറയാൻ പാടില്ല, അത് രഹസ്യമാണ്. ഉസ്താദിനോട് പറയാണ്, ഇങ്ങനെയുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ മൂപ്പരെയും കൊണ്ടുവരാം, നിങ്ങൾ പറഞ്ഞ് ഉപദേശിക്കണം. ഇതിനെന്താ കാരണം? അടിസ്ഥാന കാരണം ഉണ്ടാവും. പിന്നെ ഭർത്താവിനെ നമ്മൾ ചോദ്യം ചെയ്യും. അപ്പം എന്താ കാര്യം? മൂപ്പർക്ക് ക്ഷീണം, അവർക്ക് വയ്യ, ഉള്ളിൻ്റെ ഉള്ളിൽ വയ്യ. എന്നാൽ പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാക്കുക അയാൾ പട്ടി നടക്കുക. ഏറ്റവും കൂടുതൽ ആരോഗ്യം ഉണ്ടാക്കുക പട്ടി നടക്കുക. ഉദാഹരണം പറയാം, നേച്ചുറോപ്പതിയാണ് ചികിത്സ ഉണ്ട്. നേച്ചുറോപ്പതി, ഞാൻ ഈ കരിയൻ ഡോക്ടറെ അടുത്ത് 8 ദിവസവും 10 ദിവസമായിട്ട് കിടന്നിട്ടുണ്ട്. 3-4 കൊല്ലം മുമ്പ്. ഭയങ്കര. അവിടെ എന്താ, അവർ മരുന്നൊന്നുമില്ല. ഇപ്പം നേച്ചുറോപ്പതി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കുറ്റിക്കാട്ടൂരുണ്ട്, ഇവിടെ ഉണ്ട്. നമുക്ക് സ്വയം അത് ചെയ്യാം. പച്ചവെള്ളം കുടിക്കുക, ആവശ്യത്തിന് ദാഹിക്കും വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കാക്കുക. 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം. അപ്പം എന്താ ഉണ്ടാകുക? അങ്ങനെ പോകും, വൃത്തികളൊക്കെ പോകും, ബോഡി ഇങ്ങോട്ട് ക്ലിയറോ. ഇപ്പം നേച്ചുറോപ്പതി ഇപ്പോൾ കിടക്കുന്ന ആളാണത്, അല്ലേ? ശരിയല്ലേ? ആ കസേരയിൽ ഇരിക്കുന്ന ആൾ ഇപ്പം നേച്ചുറോപ്പതി ചികിത്സയില്ല. എന്താ മരുന്ന് ചോദിച്ചു? ഭക്ഷണം ഒഴിവാക്കുക. അപ്പം എന്താണ് കാരണം? പല സാധനങ്ങളും അതിലൂടെ പോയി പോകും. പിന്നെന്താ? വെയിലുള്ള, രാവിലെ വൈകുന്നേരം വെയിലുള്ള. ഇപ്പം അതൊരു ചികിത്സയാണ്. പണ്ടാ ചികിത്സ വേണ്ട. എന്തുകൊണ്ട് പറയും? ഒരു 25, 35, 40 കൊല്ലം മുമ്പ് ഈ ചികിത്സ വേണ്ട. എന്തുകൊണ്ട്? അന്ന് രാവിലെ വൈകുന്നേരം എന്ത് ചെയ്യും? വെയിലുള്ളൂ. രാവിലെ നേരം സുബഹിസ്കരിച്ച് വന്ന് എന്തെങ്കിലും കഞ്ഞി കുടിച്ചാൽ നേരെ പാടത്തേക്ക് ഇറങ്ങും. ഉച്ചവരെ വെയിലുള്ളൂ. ഉച്ചക്കൊന്ന് കയറിയിരിക്കും, പിന്നെ ഒരു 3 മണിന് ശേഷം പിന്നെയും വെയിലുള്ളൂ. ഈ 2 വെയിലുള്ള നിർബന്ധമാണ് വേനൽക്കാലത്ത്. ഇപ്പം വെയിൽ കൊള്ളണേയില്ല. വെയിലത്ത് കൂടെ കാറിൽ പോകുമ്പോൾ വരെ നമ്മൾ AC ഇടും. അപ്പം ഇപ്പം എന്തില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്നലത്തെ ക്ലാസ് പറഞ്ഞു, സൂര്യൻ. അപ്പോൾ ആ സൂര്യൻ്റെ ചൂട് നമ്മൾ അനുഭവിക്കണം. പരിധി വിടാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ മനുഷ്യ ഇപ്പം നേച്ചുറോപ്പതിയിൽ ചികിത്സയില്ല. ഒന്ന് ചോദിക്കുക, എന്താ അവിടുത്തെ ചികിത്സ? 2 നേരം വെയിലുള്ള, പിന്നെ തിന്നാൻ കൊടുക്കാക്കുക, പച്ചവെള്ളം കുടിക്കുക. ഭക്ഷണം ഉണ്ടാവും. ചിലർക്ക് ഭക്ഷണം പരിധി കൊടുക്കും, ചിലർക്ക് ഭക്ഷണം തന്നെ ഇല്ല. 4, 5, 6 ദിവസം 7 ദിവസം ഒന്നും തിന്നൂല. വെള്ളം ഇടക്കിടക്ക് ഒരു മുറുക്ക് വെള്ളം കുടിക്കും. അങ്ങനെ മനസ്സിലായി പറഞ്ഞതിന് ചിന്തിക്ക്. അപ്പം നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊരു ചികിത്സയാണ്. കാരണം മനുഷ്യന്മാർക്ക് ഭക്ഷണം തിന്നു അധ്വാനിക്കണില്ല. അപ്പം എന്താ പറഞ്ഞത്? നിങ്ങൾ തിന്നലിൻ്റെ മേലെ തിന്ന. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളെ ഉള്ളൊക്കെ കേടായിട്ടുണ്ടാവുമല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, പള്ള നിറച്ച് ബിരിയാണി തിന്നിട്ട് അപ്പുറത്ത് പള്ള നിറക്കാൻ മാത്രം സാധനം അപ്പുറത്ത് വെക്കും, ഫുഡിങ്ങും പറയും, ഇല്ലേ അതും ഇതും. എന്നിട്ട് പിന്നെ ഇത് പള്ളം നിറഞ്ഞ് എണീറ്റവും പിന്നെന്ത് ചെയ്യും? പറയും മനുഷ്യന്മാരെ, ആ പുണ്ടി അത് തിന്നു, വളർച്ച തിന്നു. ഇത് ഉള്ളിൽ കേടാക്കും.
എന്നെ കൊണ്ടുള്ള ഉപകാരം ഇല്ലാതെയോ, എൻ്റെ ഭാര്യയ്ക്ക് ഇല്ലാതെയോ, ഭാര്യനെ കൊണ്ടുള്ള ഉപകാരം എനിക്കില്ലാതെയാവും, എന്നെ കൊണ്ടുള്ള ഉപകാരം എൻ്റെ മക്കൾക്കില്ലാതെയാവും. ബാപ്പക്ക് വയ്യ, ബാപ്പൊരു മൂലൊക്കെ കിടക്കണം. ഇങ്ങനെ അത് ഉള്ളു കേടാക്കും. വെള്ളപ്പാണ്ട് വെളിവായാലും വെളിവായിട്ടില്ലെങ്കിലും ചിലക്ക് വെളിവാവും, ചിലക്ക് വെളിവാവില്ല എന്ന്. അൽ മുഅ്മിനു യഅ്കുലു മിൻ മഅൻ വാഹിദിൻ, ഒരു കുടലിൽ മാത്രമാണ് മുഅ്മിൻ കഴിക്കുക. വൽ മുനാഫിഖു യഅ്കുലു ഫി സബ്അതി അംആ, മുനാഫിഖ് 7 കുടലിൽ കഴിക്കും. അപ്പോൾ നമ്മൾ മുനാഫിഖോ അല്ല, അതിൻ്റെ അടിയിലിരിക്കും. ഓൻ തന്നെ ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ഹബീബാ നബി പറയാ, അൽ മുഅ്മിനു യഅ്കുലു ഫി മഅൻ വാഹിദിൻ, ഒരു കുടലിലാണ് ആര് കഴിക്കുക? മുഅ്മിൻ. വൽ മുനാഫിഖു, കപട വിശ്വാസിയോ, യഅ്കുലു ഫി സബ്അതി അംആ. എന്താ വ്യത്യാസം? മുഅ്മിന് പരിധിയുണ്ട്, മറ്റോന് തന്നല്ലേ വ്യത്യാസം. മുഅ്മിന് പരിധിയുണ്ട്, തിന്നല്ല അല്ല പരിധിയിരിക്കുന്നുള്ളൂ, മറ്റോൻ പരിധിയില്ല, എന്തു തിന്നു. നിങ്ങൾ ചിന്തിക്ക്. ഇപ്പം നമ്മൾ നോമ്പ് തുറക്കുന്ന നല്ല ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കും. സമൂസ, അത് ഇത്, സമൂസ ഒന്നും ഇല്ലാത്തൊരു നോമ്പ് തുറക്കാൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ കൊല്ലം എണ്ണക്കടി കൊണ്ട് നോമ്പ് തുറക്കാത്തവർക്ക് കൈപൊക്കാം. 1 2 3 4 5 6 7, ഞാൻ തിന്നിട്ടില്ല, 8 പരാജയല്ലേ. കാഞ്ഞ വയറ്റിലേക്ക് തന്നെ ഇത് തിന്നുന്ന ആളുകൾ നമ്മളാണ്. ഹിന്ദുക്കൾ അത് പടക്കം പൊട്ടിക്കുക, മനസ്സിലായില്ല. ഹിന്ദുക്കൾ വിഷുവിന് ഇങ്ങനെ ഓലൻ്റെ ഉള്ളിൽ ഇങ്ങനെ കരിമരുന്ന് വെച്ചാണ്ട് ഹിന്ദു സഹോദരങ്ങൾ ഈ ജാതി സാധനം കൊണ്ട് പടക്കാക്കുക ചെയ്യുക. നമ്മളിത് എണ്ണ പൊരിച്ച് പള്ളിയിലാക്കുക ചെയ്യുക. നമ്മളെ ആഘോഷത്തിന് ഇത് പള്ളിയിൽ കാണും, മറ്റേത് കരിമരുന്ന പടക്കം അല്ലേ. സമൂസ പടക്കം തന്നെയല്ലേ, മുസ്ലിമീങ്ങളെ പടക്കാണ്. അത് പള്ളിയിൽ പോയിട്ടാ പൊട്ടുക. ഹിന്ദു സഹോദരങ്ങളെ പടക്കം ആകാശത്തേക്കാണ്, മുസ്ലിമീങ്ങളെ പടക്കം അത് പുറത്ത് പൊട്ടും. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുണ്ട്, കുറച്ച് അന്തരീക്ഷ മലിനീകരണം. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പൊട്ടും. അതിൻ്റെ എവിടെ കേടാവും? അതിൻ്റെ കിഡ്നി പൊളിയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കും. അപ്പം ഇതൊന്നും ഇല്ലാത്ത നോമ്പറ നമുക്കില്ല. അന്ന് കുറച്ച് വെക്കണേ, അതൊക്കെ ഒന്ന് കുറക്കാം. എന്ത് കഴിച്ചാലും അത് വിഷമം തന്നെ, വിഷമാണ്. ഇന്നലെ ഞാനും മൂസക്കുട്ടിയുടെ അനുഭവം പറഞ്ഞുതരാം. മൂസക്കുട്ടി ഞാനും കൂടെ അമീറിനെ വിട്ടു. ഒരു സാധുവായ നമ്മൾ ക്ലാസ്സിൽ വരുന്ന സാധുവായ മനുഷ്യനാണ് അമീർ. അപ്പം തെറാവി നിസ്കരിച്ചിട്ട് ഞാനും മൂസക്കുട്ടിയും എന്ത് ചെയ്തു, അമീറിൻ്റെ വീട്ടിൽ പോയി. അപ്പം അവിടെ പിന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി അവൻ്റെ വീട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായി. അവൻ സുഖമില്ല, അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. അതന്നെ രോഗസന്ദർശനം എന്നൊക്കെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഒരു അറിയും ചെയ്യാം. എൻ്റെ അടുത്ത് നേരത്തെ വന്നിരുന്നു. തെറാവി നിസ്കരിക്കുന്ന അടിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് വരട്ടോ, ഈ വീട്ടിൽ പോയിക്കോ എന്ന്. പിന്നെ മൂസക്കുട്ടി ഞാനും കൂടി തെറാവി നിസ്കാരം കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ വീട്ടിൽ പോയി അവന് നമ്മൾ പിന്നെ ചില ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു. നമ്മളവിടെ ഫാത്തിഹ ദുആ ചെയ്തു ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അവർ പോകാൻ അപ്പോൾ നമുക്കൊരു ഭക്ഷണം തന്നു. അപ്പം ഞാനവിടെ എനിക്ക് ആ ഭക്ഷണം കേൾക്കാൻ തീരെ ഇഷ്ടം തന്നെയല്ല. മൂസക്കുട്ടി എന്നെ രക്ഷപ്പെട്ടു. പിന്നെ എനിക്കത് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞാൻ വരും വിചാരിച്ച് ഉണ്ടാക്കിയ ഭക്ഷണം. ആ ഭക്ഷണം കൊണ്ട് ഞാൻ കുടുങ്ങി. ഞാൻ എന്താ കാര്യം, ഞാൻ രാത്രി ഉറങ്ങണതിന് മുമ്പ് ഒരു ലേശം വ്യായാമം എക്സസൈസും ചെയ്യാതെ കിടക്കൂല. ഇന്നലെ അതിന് വയ്യ. എന്തുകൊണ്ട്? സത്യത്തിൽ ഒരു 4 കയ്യിൽ, 4 or 5 കയ്യിൽ ഞാനതിന് ഒരു പാത്രം കൊണ്ടിരുന്നാണ്. അപ്പോൾ ഓൻ്റെ പെരക്കാർ പറഞ്ഞു, ഉസ്താദ് അതിനെ കഴിച്ചോളി, ബാക്കി ഞങ്ങൾ കഴിച്ചോളൂ. ഒരു 4 or 5 കയ്യിൽ ഞാൻ നല്ല ഉലുവക്കഞ്ഞി, നല്ല ചീരക്കഞ്ഞി കഴിക്കേണ്ടി വന്നു. അത് അളവിൽ കൂടുതൽ. തറാവി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമില്ല. പിന്നെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല റാഹത്തും കിട്ടും. മുറ്റത്തൂടെ ഒരു 10 അങ്ങോട്ട് കൂടി നടക്കാം, ഒരു ലേശം വ്യായാമം ചെയ്യുക, നല്ല റാഹത്ത് കിടക്കാം. ഇന്നലെ അത് ചെയ്തില്ല. എന്തുകൊണ്ട്? ഭക്ഷണം കഴിച്ചാൽ ഒന്നിനും കഴിയില്ല, അത് അളവിൽ കൂടുതലാണ്. അവരെ നിങ്ങൾ ചിന്തിക്കി. ഇതൊക്കെ എപ്പോഴും പിന്നെ നമ്മൾക്കവിടെ ശരി, അവിടെ സഖീലായി. ഭക്ഷണം കഴിച്ചപ്പോൾ അത് സഖീലായി, കനം കൂടി, ആമാശയത്തിന് കനം കൂടി, എല്ലാത്തിനും കനം കൂടി. അപ്പോൾ എനിക്ക് അതിൻ്റെ ആരോഗ്യം എടുക്കാൻ വരെ പിന്നെ അവിടെ കഴിയില്ല. അപ്പോൾ വീണു, പിന്നെ കഴിഞ്ഞു.
പിന്നെ എനിക്ക് പിന്നെ ഒരു കയ്യിൽ കഞ്ഞി അല്ലെങ്കിൽ ഒരു ഉരുള ചോറ് ഇയാൾ കഴിച്ച് ഏറെ കഴിച്ചാൽ തടി അവിടെ കിടക്കും, തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. ഭാരം. ഇത് സത്യമാണോ അല്ലേ? എത്ര ഭക്ഷണം കുറച്ചോ അത്രയും നിനക്ക് നേരത്തെ എണീക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളം കുടിച്ചോ, വെള്ളം തന്നെ കൂടുതൽ വേണ്ടിയില്ല. ഭക്ഷണം കുറച്ചാൽ എന്ത് വേണ്ട? വെള്ളം വേണ്ട. ഭക്ഷണം കുറച്ചാൽ വെള്ളം വേണ്ട. അത് ചുരുക്കം ഞാൻ പറയാൻ, ചുരുക്കം ഇതിപ്പോൾ എന്താ ഭക്ഷണം പള്ളം നിറച്ച് കഴിച്ചിട്ട് അതിൻ്റെ മേലെ ഫുഡിങ് കഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. വകം അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ബതറത് മഈശതാ. ആയത്ത് മറക്കരുത്. മഈശത്തിൽ അതിരുവിട്ട ജനതയെ മുഴുവനും അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആയത്ത് അങ്ങനെ തന്നെ, ബതറത് മഈശതാ. ആയത്ത് മഈശത്ത് തന്നെയാണ്. നമ്മൾ എന്തർത്ഥം വെച്ചാൽ ആയത്ത് അങ്ങനെയാണ്. ഒരു മൈഷത്തിന് അതിര് വിട്ടു. അപ്പൊ അല്ലാഹു തആല അവരാണ് നശിപ്പിച്ചു. അത് തീറ്റ കുടി കളി അയ്മലാണ് ജീവിച്ചു. ആ ജനത്തെ അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. ഖസസ് 58 ആയത്ത് ശ്രദ്ധിച്ചോളി എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി പറയാണ്, അന്നാകാലത്ത് സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അദീമു ഖറാ ബാബിൽ ജന്ന യുഫ്തഹ് ലക്കും. നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ വാതിലിൽ മുട്ടൽ കൂട്ടിക്കോളി, എന്നാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും. ഹബീബായ നബി പറഞ്ഞു. ഉറക്കപ്പറ മുത്തു മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി പറയാണ്, കാലൻ നബി ഹബീബായ നബി പറഞ്ഞു, അദീമു ഖറാ ബാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിൽ മുട്ടൽ നിങ്ങൾ കൂട്ടിക്കോളൂ, തുഫ്തഹ് ലക്കും, അപ്പോൾ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ. യുഫ്തഹ് ലക്കും, യുഫ്തഹ് ലക്കും. അപ്പോൾ ഈ വാക്ക് റസൂൽ പറഞ്ഞപ്പോൾ ഞാൻ ഹബീബ് തങ്ങളോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, വകൈഫ നുദീമു ഖറാ ബാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലിൽ മുട്ടൽ കൂട്ടുക എന്നുള്ളത് എങ്ങനെയാണ് നബിയെ? സ്ഥിരമായി നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ വാതിലിൽ മുട്ടിക്കോളൂ, എന്നാൽ സ്വർഗ്ഗത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. വകൈഫ നുദീമു, ഞങ്ങൾ എങ്ങനെയാണ് ദായിമായി സ്വർഗ്ഗത്തിന്റെ വാതിൽ മുട്ടൽ എങ്ങനെയാണ് നബിയെ? കാല ബിൽ ജൂഇ വല്ലമഇ, വിശപ്പ് കൊണ്ട് ദാഹം കൊണ്ടും. അതാണ് സ്വർഗ്ഗത്തിന്റെ വാതിൽ മുട്ടൽ. അല്ലാതെ മുട്ടലില്ലല്ലോ. നമ്മളിപ്പോൾ എങ്ങനെ മുട്ടിയോണ്ട് സ്വർഗ്ഗത്തിന്റെ വാതിലാകും? നിങ്ങൾ എന്ത് ചെയ്യുക? ആരാ റിപ്പോർട്ടർ? ആരാ ഈ ഹദീസ് പറയുന്നത്? ആയിഷ ബീവി. മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഞങ്ങൾ മുത്തുനബിയോട് ചോദിച്ചു, നബിയെ ഞങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ മുട്ടൽ? ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ബിൽ ജൂഇ, വിശപ്പ് കൊണ്ട്, വല്ലമഇ, ദാഹം കൊണ്ട്. വിശപ്പും ദാഹം കൂട്ടിയാൽ ആ മുട്ടൽ പള്ളയിൽ മുട്ടുന്നുണ്ട്. അതെവിടെയാണ് ആ മുട്ടൽ? അള്ളാഹിൻ്റെ വാതിൽക്കൽ. അള്ളാഹിൻ്റെ വാതിൽക്കലാണ്, സ്വർഗ്ഗത്തിൻ്റെ വാതിൽക്കലാണ്. അവിടെയാണ് നല്ല ഭക്ഷണങ്ങൾ. അപ്പൊ ഇവിടെ മുട്ടിനനുസരിച്ച് അവിടെയാണ് മുട്ടുക, ഇവിടെ ദാഹിക്കുന്നതനുസരിച്ച് അവിടെയാണ് മുട്ടുക, ഇവിടെ വിശക്കുന്നതനുസരിച്ച് അവിടെയാണ് മുട്ടുക എന്ന്. പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന അബാ ജുഹൈഫ തജശ്ശാ ഫീ മജ്ലിസ് റസൂലില്ലാഹ്, അബാ ജുഹൈഫ എന്ന സ്വഹാബി തജശ്ശാ ഫീ മജ്ലിസ് റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ വെച്ച് ഭക്ഷണത്തിന്റെ ഏമ്പൊക്കെ വിട്ടു. ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, ഒരു ഒച്ചണ്ടാക്കല്, ഏമ്പൊക്കെ വിട്ടു. പള്ളം നിറഞ്ഞിട്ടൊരു ഏമ്പൊക്കെ പറയും മനുഷ്യന്മാരെ, പള്ളം നിറഞ്ഞിട്ടൊരു ഏമ്പൊക്കെ ഉണ്ടാവില്ല. ഏമ്പൊക്കെ എന്നല്ലേ ഇനി പറയാ? എന്താണ് അറിയാത്ത മതി അന്തം വിട്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? പള്ളം നിറഞ്ഞിട്ടുള്ള ഒച്ചുണ്ടാക്കല്. ഏമ്പളിടാന്ന് പറയും, ഏമ്പക്കം വിടാന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. ഒക്കെ ഇൽപ്പെടാൻ ഒരാള് അബു ജുഹൈഫ എന്ന സ്വഹാബി മുസ്തഫ റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ വെച്ച് ഒരു ഏമ്പളം വിട്ടു, ഒരു ഏമ്പക്കം വിട്ടു. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു അഖ്സിർ മിൻ ജുശായിക, ഏമ്പക്കം കുറച്ചളാ. ഫഇന്ന അത്വല الناس ജുഅൻ യൗമൽ ഖിയാമ അക്തറുഹും ശബഅൻ ഫി ദുനിയ. മയസറിയിൽ വിശക്കണോര് ദുനിയാവിൽ പള്ളർച്ചോല. അപ്പോൾ ദുനിയാവിൽ വിശന്നവർക്ക് മയസറിൽ തന്നെ പള്ളാറ്. യൗമുൽ ഖിയാമയിൽ അന്ത്യനാളിൽ അവിടെ ഒരാൾക്ക് വിശക്കും. ഇവിടുന്ന് അവൻ എന്ത് കൂട്ടിയാൽ, ഈ ഏമ്പക്കം കൂട്ടിയാൽ പള്ളാറിച്ചാണ് ഏമ്പക്കം വിട്ടത്, അത് കുറച്ചാളാ. അപ്പോൾ ജുഹൈഫ അങ്ങനെ ഏമ്പക്കം വിട്ട് കിടക്കണ്ട. മനസ്സിലാണ്ട് പറഞ്ഞത്? ചിന്തിക്കണം. നിറഞ്ഞിട്ടുള്ള ഏമ്പക്കം വിടണ്ട. നിറഞ്ഞത് അക്സിർ നീ കുറച്ചാളാ. മിൻ ജുശായിക, നിന്റെ ആ ഏമ്പക്കം വിടൽ അത് കുറച്ചാളാ. അബൂ ജുഹൈഫ എന്തേ?
فإن أطول الناس جوعا يوم القيامة أكثرهم شبعا في الدنيا. ദുനിയാവിൽ നിറഞ്ഞവരാണ് മഹ്ശറയിൽ പട്ടിണി കിടക്കുന്നവര്. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വകാനത്ത് ആയിഷ റസൂലുള്ളാഹ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി പറയാണ് ഇന്ന റസൂലുള്ളാഹി യംതലി ഖത്തു ശബഅൻ നിറഞ്ഞ് ഒരവസ്ഥ റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടേ ഇല്ല. നിറയ എന്നൊരു അവസ്ഥ റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടില്ല. റുബ്ബമ അന ബക്കൈതു ചിലപ്പോൾ ഞാൻ കരയും, ചിലപ്പോൾ ഞാൻ കരയും. റഹ്മത്തൻ എൻ്റെ കരുണ കൊണ്ട് കരയും. റുബ്ബമ ബക്കൈതു ഞാൻ ചിലപ്പോൾ കരയാറുണ്ട്. മിമ്മ അറാബിഹി മിനൽ ജോയ് റസൂൽ അങ്ങനെ ചുരുണ്ടി മടങ്ങി കിടക്കണ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? കരിഞ്ഞു. മിമ്മ അറ എൻ്റെ ഒരു വേദന കൊണ്ട് ഞാൻ കരയും. മിനൽ ജോയ് ഫംസഹു ബതനഹു അപ്പോൾ ഈ ചുരുണ്ട് മടക്കി കൊടുക്കുന്ന ഈ പള്ളയിൽ കൂടെ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ തടവി കൊടുക്കും. ഫംസഹു പറയും മനുഷ്യന്മാരെ റസൂലുള്ളാ ചുരുണ്ട് മടങ്ങിയിട്ടാണ് പള്ള അടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കരിയും. വംസഹു ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ തടവും. ബത്നഹു റസുബി യദി എൻ്റെ കൈയുണ്ട്. വാക്കുലു ഞാൻ പറയും നഫ്സി ലക്കൽ ഫിദാ എൻ്റെ തടി ഞങ്ങളെ കല്ലിൻ്റെ ചുവട്ടിലാണ് നബിയെ. ലൗ തബല്ലഗത മിന ദുനിയ ബിഖദ്രി മാ യുഖബ്ബിക വയംനഉക മിനൽ ജൂഅ് നബിയെ ഒരു പള്ളയിൽ അത്യാവശ്യം ഒരു ശക്തിയുള്ള അളവിലെങ്കിലും നിങ്ങൾക്ക് തിന്നൂടെ? എനിക്കത് കാണാൻ വയ്യല്ലോ. അപ്പം തിന്നാനുണ്ടെങ്കിലും പറയും നമ്മളെ അവസ്ഥ അല്ലത്. നമ്മൾ തിന്നാനില്ലെങ്കിൽ തിന്നാക്കുള്ളൂ. നബിയോ തിന്നാണ്ടെങ്കിൽ ഒന്നുമില്ല. എന്താ അവിടെ ലൗ തബല്ലഗത മിന ദുനിയ ഞങ്ങൾ ദുനിയാവ് നിങ്ങൾക്ക് എടുത്തൂടെ? ബിഖദ്രി മാ യുഖബ്ബിക നിങ്ങൾക്ക് ശക്തി തരുന്ന ഒരളവ്, വയംനഉക നിങ്ങളെ തടയുന്ന അളവ്, മിനൽ ജൂഅ് വിശപ്പിനെ തൊട്ട് തടയുന്ന അളവും, ഒന്ന് താടിക്കൊരു കുവ്വത്ത് കിട്ടുന്ന അളവെങ്കിലും നിങ്ങൾക്ക് എടുത്തൂടെ നബിയെ എന്ന് ഞാൻ നബിയോട് ചോദിച്ചു. അപ്പം യാ ആയിഷ ഇഖ്വാനി മിൻ ഉലുൽ അസ്മി മിന റുസുലി എൻ്റെ മുർസലീങ്ങളായ ഉലുൽ അസ്മായ എൻ്റെ സഹോദരങ്ങൾ ഖദ് സബറു അലാ മാ ഹുവ അശദ്ദു മിൻ ഹാദാ ഇതിനേക്കാളും വലിയ പട്ടിണി കടന്നവരാ. മളോ അവർ കഴിഞ്ഞുപോയി. അല ഹാലിം അങ്ങനെ തന്നെ. ഫഖദിമു അല റബ്ബി അവർ റബ്ബിൻ്റെ അടുക്കൽ മുന്നിട്ട് പോയി. അക്രമ ആബഹും അജിസല സവാബഹും അവരുടെ മടക്കം അവർ മഹത്വപ്പെടുത്തി, അവരെ കൂലി അവർ പൂർത്തിയാക്കി വാങ്ങി. ഫഅജിദ്നി അസ്തഹി അപ്പോൾ എനിക്ക് ലജ്ജയാണ്. എന്ത്? ഇൻ തറഫഹ്തു ഫി മഈശത്തി എൻ്റെ ആയത്തിൽ പറഞ്ഞ അതേ വാക്ക് അവിടെ ഇൻ തറഫഹ്തു ഫി മഈശത്തി പരിധി വിട്ട് സുഖിച്ച് ജീവിക്കണ എനിക്ക് ലജ്ജ. കാരണം ഞാനും അവിടെ തന്നെ അല്ലേണ്ട്. പറഞ്ഞ് മനസ്സിലായില്ലേ കുട്ടികൾ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? ആയിഷ ബീവി ഇപ്പം എൻ്റെ ഇവിടെ പറഞ്ഞേ പറയും എൻ്റെ അവിടെ ആയിഷ ബീവി പറഞ്ഞ് അവസ്ഥ എന്താ? റസൂലുള്ളാഹി ചുരുണ്ട് മടങ്ങി കിടക്കും. അപ്പോൾ റുബ്ബമ ബക്കൈതു ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കാര്യം പറ ചിലപ്പോൾ ഞാൻ മിമ്മ റഹ്മത്ത മിമ്മ അറ ഞാൻ ഈ കാണുന്ന വേദന ഹബീബ റസൂലുള്ളാഹി വിശന്ന് നടക്കാണ്. എൻ്റെ കൈകൊണ്ട് ഞാൻ നബി എങ്ങനെ തടഞ്ഞു കൊടുക്കും. ആ പള്ളമ്മ കൂടെ അങ്ങനെ ബത്തനവും ആ പള്ളൻ്റെ മേലെ ഞാൻ ഇങ്ങനെ തടയാതെ ചുരുണ്ട് മടങ്ങി കിടക്കുകയാണ്. എന്നിട്ട് ഞാൻ ചോദിക്കും നബിയെ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തിന്നാതെക്കണത്? മിനൽ ജൂഅ് നിങ്ങളെ തടിക്കൊരു ലേശെങ്കിലും ഒരു മുടുക്ക് കിട്ടേണ്ട ഒരു ശക്തി, പിന്നെ ലേശെങ്കിലും പള്ള വേദന മാറണ്ടേ, വിശപ്പിൻ്റെ വേദന ആ അളവെങ്കിലും നിങ്ങൾക്കൊന്ന് തിന്നൂടേ. അപ്പം തിന്നാനുള്ള സാഹചര്യം ഉണ്ടായിട്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിന്നാലോ എന്നല്ലേ കാര്യമുണ്ട്. എന്തൊരു കൗമാണ് പറച്ചവനെ. അപ്പം ആയിഷ ഇവിടെ എന്താ കരുണെന്തിനാ? നിങ്ങൾക്ക് തിന്നൂടേ എന്ന് പറഞ്ഞാൽ എന്നാ അതിൻ്റെ എടുത്തോ, എൻ്റെ കുടുക്കിയിലുണ്ടെങ്കിൽ എടുത്തോ എന്ന് പറയില്ലേ? മനസ്സിലായില്ല? അങ്ങനെയല്ലേ അവിടെ പറയാം. ഇത് അങ്ങനെയല്ല, നിങ്ങൾക്ക് തിന്നൂടേ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? തിന്നാനും വേണമെങ്കിൽ ഉണ്ടാകാൻ ലഭിക്കുന്നുണ്ട്. വേണ്ടെന്ന് വെച്ചിട്ടില്ല. അതാണ് നിങ്ങൾക്ക് തിന്നൂടെ. അതായത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇല്ലാതാക്കാൻ കഴിയുന്നല്ലേ അതിൻ്റെ അർത്ഥം. ഞങ്ങൾ തിന്നൂടെ നബിയെ. അല്ലെങ്കിൽ എന്താ പറയുക, ഞാനും എൻ്റെ നബിയും കഴിഞ്ഞ മര്യാദയ്ക്കൊരു ഉരുള കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാലേ കാര്യം. നബി തിന്നൂല. അപ്പോൾ നബി പറയുന്നത് എന്താണ്? നമുക്ക് പട്ടിണിയല്ലേ? അതല്ല പറയും. പിന്നെന്താ? അടുത്ത വീട്ടിലൊക്കെ പട്ടിണിയല്ലേ? അതുമല്ല പറയണത്. പിന്നെന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എന്താന്ന് ചിന്തിക്ക്. എന്താ പറഞ്ഞത്? ആയിഷ ഇഖ്വാനി മിൻ ഉലുൽ അസ്മി എൻ്റെ ഉലുൽ അസ്മായ സഹോദരങ്ങൾ, അമ്പിയാക്കൾ, മുർസലീങ്ങൾ, മനസ്സിലായില്ലേ? അവര് ഖദ് സബറു അലാ മാ ഹുവ അശദ്ദു മിൻ ഹാദാ ഖദ് സബറു അവർ ക്ഷമിച്ചിട്ടുണ്ട്. അലാ മാ ഹുവ അശദ്ദു മിൻ ഹാദാ ഇതിനേക്കാൾ വലിയ പട്ടിണി അവർ ക്ഷമിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ പട്ടിണി. മളവാലാഹാലിയും അവർ അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. ഫഖദിമു അലാ റബ്ബിഹിം അവർ റബ്ബിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു.
അക്രമവും മആബഹും വഅജ്സല സവാബഹും. അല്ലാഹു തആല അവരുടെ മടക്കസ്ഥാനത്തെ മഹത്വപ്പെടുത്തി കൊടുത്തു, അവരെ കൂലി അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുത്തു. ഫഇന്നി അസ്തഹി, ലജ്ജയാണ് എനിക്ക്. എന്തിന്? ഇൻ തറഫഹ്തു ഫി മഈശത്തി, എൻ്റെ മഈശത്തിൽ ഞാൻ സുഖം കാണിച്ചാൽ, അതായത് ഞാൻ പട്ടിണി കിടക്കാതെ എന്ത് ചെയ്യുകയാണെങ്കിൽ പറയും മനുഷ്യന്മാരെ, ഞാൻ തിന്നും കുടിക്കും ചെയ്ത് ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞു പോകുകയാണെങ്കിൽ എനിക്ക് എന്താണ് അവരെ അടുത്തെത്തുമ്പോൾ എന്തുണ്ട്? ലജ്ജല്ലേ? എന്താണ് ആയിഷ ഞാൻ ഇങ്ങനെ കാണിക്കണമെന്ന് അറിയോ? ലജ്ജിക്കേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിക്കാണ്. അല്ലാഹു തആല എനിക്ക് കുറക്കും. ഏതായാലും പള്ളി പൈച്ചിലിന്റെ കൂലി ഞാൻ ഓൽക്ക് കൊടുക്കോട്ടെ നബിയെ, നിങ്ങൾ ആള് വലിയ ആൾ തന്നെയാണ്. പിന്നെ പള്ളി പൈപ്പിൽ മറ്റോലെ നൂഹ് നബി മറ്റേ നബിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂലി ഒരുക്കണ്ടോ എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയിട്ട് ഓർക്ക് വലിയൊരു കൊടുക്കും. എനിക്ക് അവിടെ ഒന്നും ഉണ്ടാവില്ല, ഞാൻ അതിന് മാത്രം വിശന്നിട്ടില്ലെങ്കിൽ. അപ്പം ഞാൻ അപ്പോൾ അവിടെ വിശക്കണേ എന്തിനാ? അവരെ അളവിൽ എനിക്കും കിട്ടണം. ഞാൻ ഓലക്കാൾ വിശക്കണ്ടോനല്ലേ? എന്തുകൊണ്ട്? ഞാൻ സയ്യിദുൽ അംബിയ അല്ലേ? എന്നൊക്കെ പറഞ്ഞ ഹദീസ് മനസ്സിലായില്ലേ? വൃത്തിയാണ് കാര്യങ്ങൾ, വളരെ വൃത്തിയാണ്. കേട്ടോളി കുട്ടികളെ, എന്തായി പറയണത്? അപ്പോൾ ഒരു 10 കുറഞ്ഞ കാലം ഒന്ന് എന്ത് ചെയ്താൽ മതി? സബർ ചെയ്താൽ മതി. പള്ളിയിലെ പൈപ്പ് അതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തിനേക്കാൾ? മിന യൻഖുസ ഹല്ലി, എന്റെ അളവ് കുറയുന്നതിനേക്കാൾ വദൻ നാളെ ഫിലാഖിറ, ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് അല്ലാഹു തആല കൂട്ടി കൊടുക്കും. എനിക്ക് പള്ളി പൈപ്പിന്റെ കാര്യത്തിൽ എനിക്ക് എന്തായിരിക്കും കുറവ്? അതെനിക്ക് പറ്റൂല, എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടം കുറച്ചു കാലം ഇവിടെ 10-63 വയസ്സ് വിഷണം. എൻ്റെ 63 വയസ്സ് കുറച്ചു കാലം അയ്യാമൻ യസീറ, കുറഞ്ഞ ദിവസങ്ങൾ, അത്രയല്ലേ ഇപ്പൊ മരിക്കാൻ ബാക്കിയുള്ളൂ. അതിനൊന്നും ക്ഷമിച്ചാ പോലെ. എൻ്റെ സഹോദരങ്ങളോട് ചേരുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം വേറെയില്ല. അവരോട് ചേരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പട്ടി നടക്കണം എന്ന് പുണ്യ റസൂൽ മുസ്തഫ ആയിഷ ബീവിയോട് പറഞ്ഞു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഉറക്കപ്പറ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, അവരാണ് റിപ്പോർട്ടർ. ചിന്തിച്ചോളി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെയും അങ്ങനെയല്ലാത്തൊരു ജീവിതം ഹബീബായ നബി ജീവിച്ചിട്ടില്ല. ഒരു ദിവസം എന്ത് ചെയ്തു? അനസ് റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളാഹിന്റെ ഖാദിമായ അനസ് പറയാണ്, ജാഅത് ഫാത്തിമത്തു റളിയല്ലാഹു തആല അലൈഹാ ബികസ്റത്തി ഖുബ്സിൻ ഇലാ റസൂലില്ലാഹ്. ഒരു കഷ്ണം റൊട്ടിയും കൊണ്ട് ഒരു ദിവസം ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. കാലത്ത് ഞാനൊരു റൊട്ടി ഉണ്ടാക്കി നബിയെ, വലം തത്തുബ് നഫ്സി, എനിക്ക് നന്നായി തോന്നിയില്ല. ഹത്ത ആതൈതുക മിൻഹു ബിഹാദിഹി കിസ്റ, ഈ ചെറിയ കഷ്ണം എങ്കിലും നിങ്ങൾക്ക് തരാതെ തിന്നാ എനിക്ക് തോന്നിയില്ല നബിയെ, അതുകൊണ്ട് ഇവിടുന്ന് തിന്നണം. മനസ്സിലായില്ല? ഫാത്തിമ ബീബി അനസ് പറയാൻ റളിയല്ലാഹു അൻഹു, ഒരു ദിവസം ഹബീബ റസൂലുള്ളാഹിന്റെ അടുത്ത് ആര് വന്നു? സ്വന്തം മകൾ ആര് വന്നു? ഫാത്തിമ ബീബി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നൊരു റൊട്ടി ഉണ്ടാക്കി. ആ റൊട്ടി ഒന്നേ ഉള്ളൂ, ഞങ്ങൾ മക്കളും ഞാനും ഭർത്താവ് അലിയും റളിയല്ലാഹു അൻഹു അവർ കൂടെ കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ വല്ലം തത്തുബ് നഫ്സി, എനിക്ക് നന്നായി തോന്നിയില്ല. ഹത്ത ആത്തിക ബിഹാദിൽ കിസ്റ, ഈ ഒരു കഷ്ണമെങ്കിലും നിങ്ങൾക്ക് തരാതെ, നിങ്ങൾ തിന്നാതെ ഞങ്ങൾക്ക് തിന്നാൻ ഇഷ്ടമല്ല നബി, അതുകൊണ്ട് ഇവിടുന്ന് ഒന്ന് തിന്നി എന്ന് പറഞ്ഞ് ഒരു കഷ്ണം കൊണ്ട് വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹു, റസൂലുള്ളാഹി വായിലിട്ട് ചവച്ചു. ഒരു കഷ്ണം റൊട്ടി കഴിച്ചു, ചവച്ചു. അമാ എന്നാ അറിഞ്ഞോ ഫാത്തിമ, ഇന്നഹു അവ്വലു ത്വാമിൻ ദഖല ഫമ അബീക മുൻദു സലാസത്തി അയ്യാം. ഇന്നഹു ല അവ്വലു ത്വാമിൻ, ഇത് ആദ്യത്തെ ഭക്ഷണമാണ്. ദഖല ഫമ അബീക, ദഖല ആ ഭക്ഷണം പ്രവേശിച്ചിട്ടുണ്ട്. ഫമ അബീക, നിന്റെ ബാപ്പാൻ്റെ വായിൽക്ക് കയറിയ ആദ്യത്തെ ഭക്ഷണമാണ്. മുൻദു സലാസത്തി അയ്യാം, പറയും 3 ദിവസമായി എൻ്റെ ബാപ്പാൻ്റെ വായിക്ക് കയറുന്ന ആദ്യത്തെ വർഷം ഇതാട്ടോ. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. ما أشبع النبي صلى الله عليه وسلم أهله 3 أيام اتباعا من خبز الحنطة حتى فارق الدنيا.
ഒരു ഗോതമ്പ് റൊട്ടി റസൂലുള്ള 3 ദിവസം പേരിൽ കൊടുത്തൊരു സംഭവം, പെണ്ണുങ്ങൾക്ക് 3 ദിവസം ഗോതമ്പ് റൊട്ടി കൊടുത്തൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ടാവില്ല, 2 ദിവസം ഉണ്ടെങ്കിൽ 3 ദിവസം ഉണ്ടാവില്ല. 3 മുത്തവാലിയ 3 ദിവസം കൊണ്ട് റസൂലുള്ള ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കാനുള്ളൊരു അവസ്ഥ ഭാര്യമാർക്ക് കൊടുത്തൊരു സംഭവം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഇല്ല, ഉണ്ടാവില്ല എന്ന് വഖാല ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഹ്ലൽ ജുഅഇ ഫി ദുനിയ ഹും അഹ്ലു ശറഇ ഫിൽ ആഖിറ. ദുനിയാവിൽ വിശന്നവരാണ് ആഖിറത്തിൽ നിറഞ്ഞവര്. വഇന്ന അബ്ഗളൻ നാസി ഇലല്ലാഹി അൽ മുത്ഖമൂന അൽ മൽആയ المتخمون الملآيا وما ترك عبد أكلة يشتهيها إلا كانت له درجة في الجنة وأبغض الناس إلى الله المتخمون الملآيا. അതായത് നിറഞ്ഞോര് മുത്തഖമീങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കമ്മിയില്ല, എല്ലാം നിറഞ്ഞോരാണ്, ഇവർക്ക് നിറഞ്ഞോരാണ്. അതാണ് അള്ളാഹു തആലക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട കൂട്ടർ. ഇവർക്ക് നിറഞ്ഞോരാണ്. നിറയലിനെ എതിരെ ഒന്നും ചെയ്യൂല. നിറയാ അപ്പം നിറയൽ മാത്രം, വിശക്കൂല. അപ്പം നമുക്ക് വിശക്കാൻ പ്രത്യേകിച്ച് പണിയില്ല, പിന്നെ തീ തിന്നൽ മാത്രം. അപ്പോൾ ഇത് ഒക്കെ മൈഷത്തിൽ പരിധി വിട്ട ജനതയെ അല്ലാഹു തആല രക്ഷിച്ചിട്ടുണ്ട്. ഇത് പഠിക്കുക, നീട്ടി പറയുന്നതിൽ അവസാനിപ്പിക്കുകയാണ്, ചിന്തിക്കണം എന്ന്. فقال عمر بن الخطاب رضي الله عنه عمر بن الخطاب رضي الله عنه പറഞ്ഞു ഇയാക്കും അൽബത്തുനത പഴ കൂട്ടണേ നിങ്ങൾ എല്ലാവരും പേടിച്ചോളി. ഫൈനഹ സഖലും ഫിൽ ഹയാത്തി, ജീവിതത്തിൽ അത് ഭാരമാണ്. നത്രും ഫിൽ മമാത്തി, മരിച്ചാൽ അത് നാറ്റമാണ്. മരിച്ചാൽ അത് നാറ്റാണ്. തടിച്ച് ഉരുണ്ട് കൊഴുത്ത ആളുകൾ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നാറ്റം വേഗം തുടങ്ങും. മറ്റേത് തിന്നാതെ ഉണങ്ങിയതാണെങ്കിൽ നേരം വൈകിയാലും വലിയ കുഴപ്പമൊന്നും വരില്ല. കാരണം നാറാൻ മാത്രമല്ല, അതൊന്നും ഉണ്ടാവില്ല. സിക്കലും ഫിൽഹയാത്ത്, ജീവിതത്തിൽ അത് ഭാരമാണ്. മരിച്ചാൽ അത് എന്തുമാണ്? നാറ്റമാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഞോൻ്റെ മയ്യത്ത് 2 തരം മയ്യത്ത്, ഒന്ന് നല്ലൊരു പള്ള ഒക്കെ കൂടി വലിയ തടിച്ച് ഉരുണ്ട് ഒരുത്തനെ മറവ് ചെയ്താൽ, ആ അപ്പുറത്തൊരു ഉണങ്ങിയ മനുഷ്യനെ മറവ് ചെയ്താൽ വല്ലാതൊന്നും നാറാൻ എവിടെ ഉണ്ടാവില്ല, ഖബറിലുണ്ടാവില്ല. ആ ജസദ് മണ്ണ് ചേർന്നാൽ തന്നെ മറ്റേ ഇതാ അവിടെ നെയ്യും പാടിയും വൃത്തിയോടും കെട്ടിക്കിടക്കും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ കുറ്റം പറയണ്ട, പക്ഷേ അതൊക്കെ കേടാണ്. പിന്നെ ഇപ്പോൾ ആവശ്യമില്ലാതെ ഒരു തടി കൂടുതലുണ്ട്. ഇപ്പോൾ അതും ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമാണ്. പൊണ്ണത്തടി ഒരു കാലത്ത് തിന്നതിൻ്റെ അവസ്ഥയാണത്. അങ്ങനെയാണ്. എല്ലാത്തിനെയും അത് ബാധിച്ചു. കുട്ടികളെ വരെ ബാധിക്കല്ലേ, കുട്ടികളെ വരെ ബാധിക്കണില്ലേ? ഷുഗറോട് കൂടിയുള്ള കുട്ടികൾ, ക്യാൻസറോട് കൂടിയുള്ള കുട്ടികൾ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതന്നെ. വഖാല ലുഖ്മാൻ ലിബ്നിഹി, ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇദം തലത്തിൽ മൈദ, കുടല് നിറഞ്ഞാൽ നാമത്തിൽ ഫിക്ര, ചിന്ത ഉറങ്ങും. വഖറസത്തിൽ ഹിക്മത്തു, ഹിക്മത്ത് തത്വജ്ഞാനം പിന്നെ പുറത്തേക്ക് ചാടൂല. വഖഅലത്തിൽ അല്ലാഹു അനിൽ ഇബാദ, പിന്നെ ഇബാദത്ത് ചെയ്യാൻ അവയവങ്ങൾ സമ്മതിക്കൂല. എന്തായാൽ വയറിറഞ്ഞാൽ, കുടലിറഞ്ഞാൽ ഇബാദത്തിന് സമ്മതിക്കൂല എന്ന്. അതുകൊണ്ട് മോനെ, പരിശുദ്ധ ഖുർആൻ ശരീഫ് ഉപദേശങ്ങൾ, മകന് കൊടുത്ത ഉപദേശങ്ങളെ പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു ധരിച്ച ഒരു മഹാനാണല്ലോ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. നബിയല്ല, ഹക്കീമാണ്, തത്വജ്ഞാനിയ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു. അവര് മകന് കൊടുത്ത ഉപദേശമാണ് എന്ത്? മോനെ, കുടൽ നിറയരുതേ. കുടൽ നിറഞ്ഞാൽ ഞാമത്തിൽ ഫിക്രത്തു, ചിന്ത ഉറങ്ങും, പിന്നെ ചിന്തിക്കാൻ കഴിയില്ല എന്ന്. വകാന ഫുളൈൽ ഇബ്നു ഇയാൽ യഖൂൽ നഫ്സി, ഫുളൈൽ ഇബ്നു ഇയാൽ തങ്ങൾ തന്റെ നഫ്സിനോട് സ്വയം തന്നെ ചോദിക്കുമായിരുന്നു, അയ്യശൈൻ തഖാഫീൻ, എന്താണ് നഫ്സേ ഇജ്ജ് പേടിക്കുന്നത്? തഖാഫീന അൻ തജൂഇയ, ഞാൻ വിശക്കുമെന്ന് നിനക്ക് പേടിയുണ്ടോ? ലാ തഖാഫി ദാലിക, നിന്റെ നഫ്സേ ജിന്റെ വിശപ്പ് പേടിക്കണ്ട. അൻത അഹ്വനു അലല്ലാഹി മിൻ ദാലിക ഇന്നമാ യജൂ മുഹമ്മദുൻ വസ്വഹബു, നബിയും സ്വഹാബത്തും വിശന്നിട്ടില്ലേ, പിന്നെ എനിക്ക് വിശക്കാൻ എന്ത് പ്രശ്നമുള്ളത്? ഞാൻ വിശക്കന്നെയും എന്ന്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണം എന്ന്.
ബഹുമാനപ്പെട്ട മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഖുൽതു ലി മുഹമ്മദ് ഇബ്നു വാസിഅ തങ്ങളോട് ഞാൻ ചോദിച്ചു, യാ അബാ അബ്ദുല്ലാഹ് തൂബാ ലിമൻ കാനത് ലഹു ഖലീലത്തുൻ തുഖവീഹി വതുഗ്നീഹി അനിന്നാസ്. ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നിങ്ങൾക്ക് സ്വയം മറ്റ് മനുഷ്യന്മാരെ ആശ്രയിക്കാതിരിക്കാനുള്ള ഒരു വഴി എന്താണ് എന്ന് ഞാൻ ഒരിക്കൽ മുഹമ്മദ് ബിൻ വാസിഇനോട് ചോദിച്ചു. ഫഖാല യാ അബാ യഹ്യാ ലിമൻ അംസാ വഅസ്ബഹ ജാഇയൻ വഹുവ അനില്ലാഹി റാളിൻ. ഓനൊന്നും കിട്ടും. ഓന് വിശക്കാനും ദാഹിക്കാനും ഒരാൾ തയ്യാറായാൽ പിന്നെ ജനങ്ങളെ വല്ലാതെ ആശ്രയിക്കേണ്ടി വരില്ല. അന്യാശ്രയം ഉണ്ടാകാനുള്ള കാരണം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? തികയാത്തതുകൊണ്ടാണ്. തികയാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? കൊതിയാണ്. കൊതി തന്നെ, പ്രധാനമായും കൊതിയാണ്. ചിന്തിക്കും. മനുഷ്യൻ ഒരു നേരത്തെ മാത്രമേ വിശക്കുള്ളൂ, മറ്റൊക്കെ പൂതിയ. ഒറ്റ നേരം മനുഷ്യന് വിശക്കുള്ളൂ, ഒരു ദിവസം ഒരു നേരം വിശക്കുള്ളൂ. അതപ്പം തടുക്കാൻ കഴിഞ്ഞാൽ 24 മണിക്കൂർ വിശപ്പുണ്ടാവില്ല. തിരിഞ്ഞിട്ടില്ല, നിങ്ങളെൻ്റെ കൂടെ വരണം. വിശപ്പൊരു സമയത്ത് വരും. ആ വിശപ്പിനെ ഹിമ്മത്ത് കൊണ്ട് തടുക്കാൻ കഴിഞ്ഞാൽ ഉറച്ചു കഴിഞ്ഞാൽ എന്ത് പോവും? വിശപ്പ് പോവും. പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്നല്ലോ, വിശപ്പനെ കഴിഞ്ഞു, ഇനിയിപ്പോൾ തീട്ടിലും വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായില്ല? ഇത് വല്യമ്മമാരും ഉമ്മമാരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. വിശന്നത് പിന്നെ എന്ത് പോകും? വിശപ്പ് ഒരു ദിവസം ഒരു നേരം വിശക്കുക, ബാക്കിയൊക്കെ പൂതി മാത്രം. അപ്പം നിങ്ങളൊരു ഭക്ഷണം കണ്ടപ്പോൾ ആ ഭക്ഷണം വേണ്ട നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു ഹിമ്മത്ത് വേണ്ട തീരുമാനിച്ചു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമായി. പക്ഷെ ഇവിടെ കൊതി ഒഴിവാക്കാൻ കഴിയണം. ഒറ്റ നേരം വിശപ്പ്, മറ്റൊക്കെ കൊതിയാണ്. വിശപ്പ് അവിടെ അങ്ങോട്ട് തടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ വിശപ്പുണ്ടാവില്ല. വിശപ്പ് മുമ്പുമില്ല പിമ്പുമില്ല, ഒരു നേരത്തെ വിശപ്പ് കടന്നു വരും. ആ വിശപ്പോടെ അടക്കാൻ കഴിഞ്ഞാൽ പിന്നെ വിശപ്പുണ്ടാവില്ല. അടുത്ത ദിവസം അങ്ങനെ തന്നെ ചെയ്യുക. ഇതാണ് നാച്ചുറോപ്പതി. ഒരു നേരത്തെ വിശപ്പുണ്ടാവും. ആ വിശപ്പിനെ എന്ത് ചെയ്യും? നാച്ചുറോപ്പതിക്കാരന് ഒരു വിശപ്പ് ഉണ്ടാവില്ല. വിശപ്പിനെ തടയിൽ ഹിമ്മത്തുകൊണ്ടാണ്. നിങ്ങൾ നല്ല ഉഷാറിലിരിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. അപ്പം നാച്ചുറോപ്പതിക്കാർ ഭക്ഷണം 4, 5, 6 ദിവസം വെള്ളം മാത്രം കുടിക്കും ഞാൻ പറഞ്ഞല്ലോ. ഇവർക്ക് വിശക്കണില്ലേ? ഒരു നേരം വിശപ്പ് വരും. അപ്പോൾ അവരുടെ മനസ്സ് അവരോട് എന്ത് പറയും? എൻ്റെ തടി നന്നാകാനാണ് കേട്ടോ ഈ പണിയെടുക്കണത്, നോക്കിക്കോ. ഈ ഹിമ്മത്ത് കൊണ്ട് എന്ത് പോവും? വിശപ്പും. 5 ദിവസം കഴിഞ്ഞാൽ വലിയ ആരോഗ്യവാനാവും. ഈ ചിന്ത മേലക്കണ വെച്ചാൽ എന്ത് പോയി? അവിടുന്ന് വിശപ്പ് പോയി, പിന്നെ വിശപ്പുണ്ടാവില്ല. പിറ്റേനും അത് വരും. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് അവനോട് എന്ത് പറയും? പിന്നെ ഇതുകൊണ്ട് ഭയങ്കര ലാഭം വരമുണ്ട്. ഞാൻ വലിയ നല്ല ചൊങ്കനായി കുട്ടനായി ഞാൻ പുറത്തേക്ക് വരും. എൻ്റെ ഓഫീസിൽ നിന്ന് ബാക്കിയുള്ളവരെന്നെ കണ്ടാൽ ഒന്നുകൂടി നോക്കും, ആ എന്താ ചുർക്ക് പള്ളക്കട പോയല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ മാനേജറെയും മറ്റവരെയും അവിടുത്തെ ഓഫീസിലെ പെണ്ണുങ്ങളെയും ആണുങ്ങളെയും മുന്നിലൊക്കെ ആൺകുട്ടിയായിട്ട് ഭയങ്കര കുട്ടപ്പനായി നടക്കണം എന്നൊരു മനസ്സ് വരും. അപ്പം അത് മനസ്സ് ആരോട് പറയും? പിന്നെ വിശപ്പേ ചൊന്ന് അടങ്ങിക്കള, നമുക്ക് കുട്ടപ്പനായി നടക്കണ്ടേ. അപ്പം ആര് പോയി? നിങ്ങൾ കുറച്ച് അന്തംഗമ്യാളെ എനിക്ക് കിട്ടിയോണ്ടുകൊണ്ട് ഈ ക്ലാസ് നടന്നുകൊണ്ട് നിങ്ങൾക്കിത് തലയിൽ കയറുന്നുണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾക്കിത് പറഞ്ഞ് വിശപ്പൊരു നേരെയുള്ളൂ. ഹിമ്മത്തുകൊണ്ട് എന്തിനെ തടുക്കും? വിശപ്പ് നടക്കും. ചിന്തിക്ക്. ഇപ്പം ഇവിടെ ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഇതാ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുത്തനുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ്. നാളെ ബാംഗ്ലൂർ തിരിച്ചു പോകും. മിഞ്ഞാന്ത ക്ലാസ്സിൽ വന്നിരുന്നു. അവർ മറ്റേ എന്താണ് ജിമ്മിൻ്റെ മാസ്റ്റർ. അവരെല്ലാവരും തിന്നൂല. എന്തുകൊണ്ട്? അവർക്ക് പൂട്ടില്ലേ? എന്തുകൊണ്ട്? അവരെ ഹിമ്മത്ത് തടുക്കും. അനക്കെല്ലാം തിന്നാൻ പറ്റൂല കേട്ടോ. മാസത്തിൽ ഈ ജിമ്മ് കളിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അത് പോവും. ഇത് നല്ല പള്ളയം കുട്ടൂനമാതിരി മറ്റേ മറ്റേ ഒരു ആളെ പോട്ടുണ്ടായില്ല ഓണത്തിന്, എന്തായാലും പറയാം, മാബലിനെ പോലെ എന്താ പറയുക, ഈ ജാതി പള്ളിയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയ എനക്ക് പിന്നെ എന്താ പറ്റൂല കേട്ടോ. പിന്നെ ജിമ്മിൽ കളിക്കാൻ പറ്റൂല, എനിക്ക് വേറെ പണിയോട്ട് അറിയില്ല. ഇങ്ങനെ ഭയങ്കര ടൈറ്റായി നടക്കുന്നത് കൊണ്ടാണ് ഈ ജനങ്ങൾ ഇത് വരുന്നത്. നമ്മളിപ്പോൾ ജിമ്മിൽ ചെല്ലെങ്കിൽ ഓൻ ഉഷാറാക്കണമല്ലോ. ഓൻ ഉഷാറല്ലെങ്കിൽ ഓൻ അവിടെ മാബലിനെ പോലെ ഇരിക്കുകയാണെങ്കിൽ ഓൻ്റെ ജിമ്മിൽ നമ്മൾ കളിക്കും. ലോജിക്ക് ചിന്തിക്ക്. സത്യല്ലേ? അപ്പം ഇവർക്കിപ്പം നമ്മൾ കൊണ്ട് തിന്നാതിരിക്കുകയാണെങ്കിൽ ബിരിയാണി തന്നെ ഒരു 2 വരി 2, 3, 4 സത്യം തന്നെയല്ലേ മോനെ? നമ്മൾ അവരും കൂടി ബിരിയാണി തിന്നാതിരിക്കുകയാണെങ്കിൽ അവർക്കൊരു പരിധി ഉണ്ട്, അതിനപ്പുറത്തേക്ക് തിന്നൂല.
അവർക്ക് ലിമിറ്റുണ്ട്, എല്ലാത്തിനും ലിമിറ്റുണ്ട്. ഭക്ഷണത്തിന് ലിമിറ്റുണ്ട്. ഒരു ഇത്ര മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കൂല. ഇന്നാലിനെ പ്രോട്ടീനുള്ള ഭക്ഷണമേ കയറുകയുള്ളൂ. മറ്റേത് വെറുതെ ഒരു ഉപകാരമില്ലാത്ത വെള്ളച്ചോറ് തിന്നൂല. വളരെ പ്രോട്ടീനുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. കുറഞ്ഞ അളവിൽ മറ്റുള്ള ഭക്ഷണം കഴിക്കുള്ളൂ. അതെന്തിനാണ്? അവരെ ബോഡി അങ്ങനെ നിന്നാലല്ലേ ജിമ്മിലേക്ക് ആൾ വരുള്ളൂ. ഓനാണ് ചേർത്ത്. ഓന് മഹാബലിനെ പോലെ പള്ളിയും അതൊക്കെ കുമ്പിയും കൊണ്ട് ഇങ്ങനെ കസായിൽ എണീക്കാൻ വരെ വയ്യാതെ കുത്തിരിക്കുകയാണെങ്കിൽ ഓൻ്റെ ജിമ്മിൽ ആളുണ്ടാവും. അപ്പം ഇവനും വിശക്കണുണ്ടോ അല്ലേ? ഓനും വിശക്കണില്ലേ? പക്ഷെ എൻ്റെ വിശപ്പം തടയണ എന്തുകൊണ്ടാണ്? ഹിമ്മത്ത്. പിന്നെ ഇപ്പം തുറുപ്പിട്ടണ ഇതുകൊണ്ടാണ് കേട്ടോ. മര്യാദക്കണോ? ഓൻ്റെ പൂതിയോട് ഓൻ പറഞ്ഞു. അപ്പം പൂതിയോടെ അടങ്ങി, വിശപ്പ് അടങ്ങി. എങ്ങാനും ഒരളവിൽ ഒരളവിൽ കൂടുമ്പോഴത്തേന് 2 ദിവസം പൊട്ടി നടക്കും, നിയന്ത്രിച്ചു കൊണ്ടുവരും. ഇതൊക്കെ ഞമ്മക്കും കഴിയും. മോമിനിയങ്ങൾ അത് അള്ളാൻ്റെ അടുക്കൽ ഭക്ഷണം കിട്ടണമെങ്കിൽ ഇവിടെ ഭക്ഷണം കുറക്കണം തോന്നും. ഒരിക്കൽ എന്തിനല്ല, ജിമ്മിൽ കളിക്കാനല്ല. ഒരു ഭക്ഷണം കുറച്ചത് എന്തിനാണ്? പറയുടെ ചങ്ങ എന്തിനാണ്? അള്ളാൻ്റെ അടുക്കൽ അവർക്ക് ഭക്ഷിക്കണം. അപ്പം ഇത്തരം ആളുകളൊന്നും ഈ രാത്രി ഈ ഈശ നിസ്കരിച്ചിട്ട് ഈ ഇറങ്ങുന്ന ടീമിൻ്റെ ഒപ്പം ഈ ജിമ്മിൽ കളിക്കുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല. ജിമ്മിൽ കളിക്കാൻ പോകുമ്പോൾ ഞാനിവിടെ ജിമ്മിൽ പോകലുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ തിരക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ളൂ. എന്നാലും അവർ പഠിപ്പിച്ച ചില വ്യായാമങ്ങൾ വീട്ടിൽ ചെയ്യും. അപ്പോൾ അവർ നിയമം വെക്കുന്നുണ്ട്. എന്ത്? ഇന്നലെ കഴിക്കാൻ പാടുള്ളൂ, ഇനി മറ്റേ കഴിക്കരുത്, ഇത്ര മണിക്ക് ലാസ്റ്റ് ഭക്ഷണം കഴിച്ചോളണം, പിന്നെ ഭക്ഷണം കഴിക്കരുത്, ഇത്ര പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കണം, മറ്റൊരു കഴിക്കരുത്. ഇത് കറക്റ്റ് ജിമ്മ് കൃത്യമായി പറഞ്ഞുതരും. അപ്പോൾ അതന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ഈ വ്യായാമം കൊണ്ട് കാര്യം ഉണ്ടാവില്ല. മന്തി തിന്നരുത്, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ് എന്ത്? മന്തി. അത് എന്താണ് സാധനം എന്നോ അല്ലാഹു ആയാലും, അത് അരിയോ ആർട്ടിഫിഷ്യൽ അരിയോ അല്ലാഹു ആയാലും. മന്തിൻ്റെ അരി സാധാരണ അരിയാണോ? അല്ലേ? പറയും മനുഷ്യന്മാർ സാധാരണ അരിയല്ല, അത് ആർട്ടിഫിഷ്യൽ അരിയാണ്. അല്ലാഹു ആലം. എന്തിനാണ് തിന്നാൻ നടക്കുന്നത്? കേടുണ്ടാവും ബോഡിക്ക്. എന്നിട്ട് അതിലേക്ക് മറ്റേ ഈ മൈനേഴ്സ് മറ്റേ ഒഴിക്കും. അത് തിന്നാനേ പാടില്ല. അത് തിന്നാൽ ജിമ്മിൽ കളിച്ചിട്ടൊരു കാര്യമല്ല. കൊഴുപ്പ് അങ്ങനത്തെ കയറി വരും. കഴിക്കില്ല, മൈനേഴ്സ് ഒന്നും കഴിക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം ചിന്തിക്ക്. അപ്പം നിയന്ത്രിച്ച് ദുനിയാവ് തന്നെ ജയിക്കണമെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കണം. ദുനിയാവിൽ ആരോഗ്യവാന്മാരായിരിക്കുന്ന ആളുകളുണ്ട്, ഭക്ഷണം കുറക്കുന്ന ആളുകളാണ്. കേരളത്തിൽ ഏറ്റവും ഭക്ഷണം കുറക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് ഞാൻ പറയാം, നല്ലതായതുകൊണ്ട് പറയാം. അറിയോ? കേരളത്തിൽ വളരെ കുറഞ്ഞ് മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പേര് പറഞ്ഞിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി. വയസ്സെത്രയായി? ഇപ്പോഴും ചെറുപ്പക്കാരനാണ്. പാടാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു പാഠമാണ്. നല്ലത്, വളരെ നന്മയാണ് ഞാനീ പറയണത്. കേരളത്തിൽ ഞാൻ പറയാതെ ആളെ പേര് വേറെ ആൾ പറഞ്ഞില്ലേ? കേരളത്തിലത് പാഠമാണ്. ആ മനുഷ്യന് പാടാണ്. പി കെ കുഞ്ഞാലി സാഹിബ് ഒരു പാടാണ്, പല കാര്യത്തിലും പാടാണ്. അതേ നല്ല മനുഷ്യൻ. അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മനസ്സറിഞ്ഞാൽ പറയാം, അവർക്ക് നല്ല മനുഷ്യന്മാരാണ്. ശരി തെറ്റൊക്കെ മനുഷ്യൻ സംഭവിക്കും, ഒന്നും വിഷയമല്ല. അതിൻ്റെ അർത്ഥം ഞാൻ സാഹിബ് ചെയ്തൊക്കെ ശരിയാണ് തെറ്റാന്നറിയല്ല. അതേസമയത്ത് സമൂഹത്തിനൊരു ആവശ്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന സമൂഹത്തിന് നഷ്ടമാണ്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിനോട് ദുആ ചെയ്യാറുണ്ട്. അത് വളരെ ഇഷ്ടപ്പെട്ട, ഇന്ന് കേരളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അത് വളരെ പാടാണ് മനുഷ്യൻ, വലിയ പാട്. മാന്യൻ, രാഷ്ട്രീയ നേതാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എൻ്റെ വിഷയം പ്രകാരം. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഭക്ഷണത്തിൻ്റെ കാര്യം പറയാൻ. അദ്ദേഹം ഒരു പാടാണ്. കേരളത്തിൽ വയസ്സ് എത്രയായി? എൻ്റെ കുട്ടിക്കാലത്ത് യുവാവാണ്, എൻ്റെ കുട്ടിക്കാലത്ത് MLA ആണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇനിയൊരു 10-50 കൊല്ലം ജീവിക്കാൻ മാത്രം അള്ളാഹു ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല അങ്ങനെ കൊടുക്കട്ടെ. ഞാൻ കുറ്റം പറയല്ല, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയാണ്. അദ്ദേഹം ആവശ്യമുള്ള വ്യക്തിയാണ്. അതിന് ഈ മനുഷ്യനൊരു പ്രയാസമില്ലാതെ കേരളത്തിലെ ഏറ്റവും വലിയ തീറ്റപ്രിയനായ നേതാവിൻ്റെ പേര് പറയാം. അറിയോ? ഞാൻ പേര് പറഞ്ഞാൽ കേരളം ചരിത്രം കണ്ടതിന് ഏറ്റവും തീറ്റപ്രിയനായ ഒരു നേതാവ് പറയട്ടെ, CH മുഹമ്മദ് സാഹിബ്. 57 വയസ്സിൽ ഞാൻ മരിച്ചുപോയി. ആ മനുഷ്യൻ 100 കൊല്ലം പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിന് എന്തൊക്കെ നേട്ടമുണ്ടായിരുന്നു? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? തീറ്റപ്രിയനായ നേതാവായിരുന്നു ആര്? CH.
തീറ്റപ്രിയൻ 50 വയസ്സ് കഴിഞ്ഞ് മരിച്ചുപോയി. അജൽ അത്രയേ ഉള്ളൂ, ശരി തന്നെ. പക്ഷെ ആ അജല് രോഗിയാണ്, ആ അജല് തന്നെ രോഗിയാണ്. 50 വയസ്സ് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട CH മുഹമ്മദ് സാഹിബ് വഫാത്തായി. ആ മനുഷ്യന് അവസാന കാലം നിറഞ്ഞ രോഗിയായിട്ടാണ് സമുദായ സേവനം ചെയ്തത്. ഒരു ആരോഗ്യവാൻ PK കുഞ്ഞാലി സാഹിബിൻ്റെ ആരോഗ്യം എന്ന് CH ഉണ്ടായിരുന്നെങ്കിലോ. അപ്പോൾ ഇത് പാഠമുണ്ട് ഇതിലൊക്കെ. CH പാടുന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനും പാടുന്നുണ്ട്. സത്യത്തിൽ CH ഒരു ആവശ്യമുള്ള മനുഷ്യനാണ്, സമുദായത്തിനൊരു അത്രയും വലിയ ആളാണ്, കേരള ചരിത്രത്തിലെ ഒരു ജീനിയസ് എന്ന് പറയാവുന്ന ആളാണ്. ഒരാൺകുട്ടിയായ മുസ്ലിം മാത്രമല്ല കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. 957 കേരളപ്പിറവി ഉണ്ടായിട്ടില്ലേ? മനസ്സിലായില്ല? ഈ ചരിത്രം വരെ നമ്മൾ എടുത്ത് പരിശോധിച്ച കേരളം പിറന്നിട്ട് കാലത്തരെ 10-70 കൊല്ലായില്ലേ? ഈ 70 കൊല്ലത്തിനുള്ളിൽ കേരളത്തിന് മുഖ്യമന്ത്രി ആയൊരു മുസ്ലിം ആരേ ഉള്ളൂ? CH കേരള പിറവിയുടെ ചരിത്രം, കേരള പിറവി മുതൽ ഇന്ന് വരെ കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ CH അല്ലേ? അതിന് അദ്ദേഹത്തിന് കഴിവുണ്ടല്ലോ, അത്രയും കഴിവുള്ള മനുഷ്യനല്ലേ. ഈ മനുഷ്യൻ അള്ളാഹു തആല ഒരു 100 ആയുസ്സ് കൊടുത്തിരുന്നെങ്കിൽ, അജൽ അള്ളാഹ് നിശ്ചയിച്ചേ തന്നെ. പക്ഷെ അജലിനനുസരിച്ച്, അജൽ ചുരുങ്ങുമ്പോൾ അതിനനുസരിച്ച് ചില കളിവിടെ കളിക്കും. നീ അജലിനെ ആരോഗ്യത്തിൽ തീർക്കാനോട് കഴിഞ്ഞില്ല. ഈ അവധി മനുഷ്യൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഈ അവധി തന്നെ ഊർജ്ജസ്വലതയോടെ തീർക്കാൻ CH കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അവൻ രോഗിയായി, എല്ലാ ഷുവറും. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മനസ്സറിഞ്ഞാമി പറ്റും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ. അള്ളാഹുവിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല CH മുഹമ്മദ് സാഹിബിന് അള്ളാഹു തആല തുറന്നു കൊടുക്കട്ടെ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലത്തെ ആളുകൾക്ക് അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. ഇതൊക്കെ പറഞ്ഞ സത്യം. ഇതിൽ പാഠമുണ്ട്. എന്നോടൊരു 15-20 കൊല്ലം മുമ്പ്, ഒരു 20 കൊല്ലം മുമ്പ് തിരൂരിലൊരു വീട്ടിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണത്തിന് പോയ സംഭവം ആ വീട്ടുകാർ പിന്നീട് എന്നോട് പറഞ്ഞു. തിരൂരൊരു വീട്ടിലേക്ക് ഒരു പരിപാടി കഴിഞ്ഞിട്ട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ ഒരു ഭക്ഷണത്തിന് അവരെ കൊണ്ടുപോയപ്പോൾ നല്ല ഭക്ഷണങ്ങൾ ഈ കുഞ്ഞാലി സാഹിബ് അടക്കമുള്ളവർ ഉണ്ടായതുകൊണ്ടാണ് അത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കിയത്. പക്ഷേ അദ്ദേഹം 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് നുള്ളി ലേശം കഴിച്ചിട്ട് നേരെ പുറത്ത് അവിടെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. എന്ത് കഴിച്ചില്ല? നല്ല ഭക്ഷണം, പക്ഷെ കഴിച്ചില്ല. എന്തുകൊണ്ട്? അപ്പം ചുറുചുറുക്കോടുകൂടി ജീവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കണം.